നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ MLA അവാർഡ് നൽകി അനുമോദിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ബെന്നി ബെഹന്നാൻ MP-യും സനീഷ് കുമാർ ജോസഫ് MLA-യും ഇടപെടണമെന്ന് ജില്ലാ കളക്ടർ അടക്കം അതോടൊപ്പം തന്നെ MLA അന്നത്തെ നിലയിലുള്ള MLA-മാര് അതോടൊപ്പം തന്നെ MP NHA ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയിട്ട് ഇന്ന് വരെ ആ ഉറപ്പ് പാലിക്കും. ഇരിഞ്ഞാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ 10ാമത് ചരമവാർഷിക അനുസ്മരണവും ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പിറ്റലിന്റെ 9ാം വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു. ചില കാര്യങ്ങളിലൊക്കെ ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ MLA അവാർഡ് നൽകി അനുമോദിച്ചു. സേക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യ അതിഥിയായി. റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ, നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KV പോൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലീല സുബ്രഹ്മണ്യൻ, KC മനോജ്, സുനന്ദ നാരായണൻ, ജോയ് നെല്ലിശ്ശേരി, ഷാജി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷോൺ പല്ലിശ്ശേരി, ഡാർലി പോൾസൺ, നഗരസഭാ വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. അവസരമാണ് വിദ്യാർത്ഥി കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നേടുന്ന വിജയങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മുന്നിൽ വലിയ സാധ്യതകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ന് ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ മിനിറ്റുകൾ മാത്രം മതി. ആ മിനിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ പ്രഭാതം കൊട്ടിവിടുന്നത് ഒരു മലയാളി അമേരിക്കയിൽ നിന്ന്, നാസയിൽ നിന്ന് വളരെ അത്ഭുതകരമായ ഒരു മുന്നേറ്റം നടത്തുന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ബഹിരാകാശത്തേക്ക് ഒരു മലയാളി പോകുന്ന വാർത്ത. അത് ഒറ്റപ്പാലക്കാരനായ രവി മുന്നോട്ട് നടത്തുന്ന യാത്ര ആവേശകരമായിട്ടാണ് നമുക്ക് വായിച്ചത്. ഒരു മലയാളി കണ്ടു കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് കഴിയാതെ വരുന്നു? അല്ലെങ്കിൽ കഴിയാത്തതായി മറ്റൊന്നുമില്ല. ഉയർന്ന നിലയിൽ ചിന്തിക്കാൻ കഴിയണം. ഈ അവാർഡ് കിട്ടിയ ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത് നാളെ എനിക്ക് എന്താകണം. ആ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത വിജയം നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകണം. ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനുള്ള പരിശ്രമമായിരിക്കും നിങ്ങളുടെ ജീവിതം. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഇമ്പോസിബിൾ എന്ന വാക്ക് എന്റെ ഇഷ്ടമില്ല. Secondary School Chalakudi, CMI Public School Chalakudi, Father Matthew Alagalam Public School Mechara, HSS Quality, MA HSS Quality, MRS Chalakudi, Vyasa Vidyavidyanan
കാർമൽ HSS ചാലക്കുടി, കാർമൽ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ എലിഞ്ഞിപ്ര സെന്റ് ആന്റണീസ് കോൺവെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കരാട്ടെ, കുംഫു വിദ്യാർത്ഥികൾ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചാലക്കുടി പോലീസ് SI MK ദിശാഖ് ഉദ്ഘാടനം ചെയ്തു. ചൌക്ക പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ലഹരിക്കെതിരെയുള്ള പോസ്റ്റർ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. 40 വർഷത്തോളമായി ആയോധന കലാരംഗത്തുള്ള TV ബഹായിയെ കർമ്മയോഗി പുരസ്കാരം നൽകി ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിലർ നിതിൻ പുല്ലൻ, വിഷ്ണുജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ബെന്നി ബെഹനാൻ MPയും സനീഷ് കുമാർ ജോസഫ് MLAയും ഇടപെടണമെന്ന് ഹൗസിംഗ് ബോർഡ് കോളനി അലോട്ടീസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ സർവീസ് റോഡിന്റെ ഇരുഭാഗത്തും ശാസ്ത്രീയമായി കാന നിർമ്മിക്കാത്തതിനെ തുടർന്ന് രൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത്. മഴ പെയ്താൽ ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളക്കെട്ടിലാകുന്നത് പതിവായി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഹൗസിംഗ് ബോർഡ് കോളനി, പറക്കാട് നഗർ എന്നിവിടങ്ങളിലെ വീടുകളിലേക്കും വെള്ളം കയറുന്നതുമൂലം വലിയ ദുരിതമായിരിക്കുകയാണ്. ഉറപ്പ് നൽകിയതാണ്. 5ഓളം ജില്ലാ കളക്ടർമാർ സൗത്ത് ജംഗ്ഷനിൽ വന്ന് വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുന്ന ഉറപ്പ് നൽകിയതാണ്. ഈ ഓരോ മീറ്റിംഗിലും ജില്ലാ കളക്ടർ അടക്കം, അതോടൊപ്പം തന്നെ MLA, അന്നത്തെ നിലയിലുള്ള MLAമാർ, അതോടൊപ്പം തന്നെ MP, NHA ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയിട്ട് ഇന്ന് വരെ ആ ഉറപ്പ് പാലിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് MP, MLA, ദേശീയപാത അധികൃതർ എന്നിവർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മാറി മാറി വന്ന കളക്ടർമാരും സ്ഥലം സന്ദർശിക്കുകയും കാന നിർമ്മിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്യുന്നതല്ലാതെ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. ദേശീയപാത അധികൃതർ കാന നിർമ്മിക്കാമെന്ന ഉറപ്പ് നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. മഴ പെയ്താൽ വെള്ളക്കെട്ടിനെ തുടർന്ന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇരിക്കാനാകാത്ത അവസ്ഥയാണ്. ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പോലും പറ്റാത്ത തരത്തിലാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയമായി കാന നിർമ്മിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ MPയും MLAയും ഇടപെടണമെന്ന് അലോട്ടീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, അലോട്ടീസ് അസോസിയേഷൻ പ്രസിഡന്റ് വർഗീസ് തമ്പി, KP ഗോപി, MD ഷിജു എന്നിവർ പങ്കെടുത്തു. അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹനാനും ചാലക്കുടിയുടെ MLA ശ്രീ സനീഷ് കുമാർ ജോസഫും ചാലക്കുടി നഗരസഭാ ഭരണാധികാരിയിൽപ്പെട്ടവരും ചെയർമാൻ ആലീസ് ഷിബു അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ ഈ വലിയ വെള്ളക്കെട്ട് മൂലം വളരെയേറെ ദുരിതം അനുഭവിക്കുകയാണ്. വീടുകളിലേക്ക് വെള്ളം കയറുന്നു, കടമുറികളിലേക്ക് വെള്ളം കയറുന്നു. ഇവിടെ എത്തുന്ന സൗത്ത് ജംഗ്ഷനിൽ യാത്രക്കാർക്ക് ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടൊപ്പം ഈ കാനയിലുള്ള ചെളി അടക്കമുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മലിനോട് ചവിട്ടിയിട്ടാണ് ബസ്സിൽ കയറേണ്ട സ്ഥിതിയുള്ളത്. മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ താബോർ മേഖലയിൽ കരിങ്കൽ ക്വാറികൾ ആരംഭിക്കുന്നതിനുള്ള അപേക്ഷയിൽ എറണാകുളം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ ഹിയറിംഗ് നടത്തി. പരിവേഷ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സർവീസസിന്റെ പ്രതിനിധിയെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടങ്ങാനായിട്ട് അപേക്ഷ നൽകി ഇരിക്കുന്ന ഈ ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള താബോർ ഹോളി ഫാമിലി പള്ളി ഹാളിൽ നടന്ന ഹിയറിംഗിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K മനോജ് അധ്യക്ഷനായി. പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ വിഭാഗം ചീഫ് എഞ്ചിനീയർ KS വിനയ, എഞ്ചിനീയർ സജീഷ് ജോയ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ P ഗായത്രി എന്നിവർ വിശദീകരണം നടത്തി. ജേക്കബ് കരേടത്ത്, PP പോൾസൺ, ബിജു ആന്റണി, CM ബിജു, PP എൽദോ, PS ബാബു, PV ജോയ്, ലാലു ഈരാളി തുടങ്ങിയവർ ആശങ്കകൾ അധികൃതരെ അറിയിച്ചു. ശുപാർശയോടുകൂടി തന്നെയാണ് ഇതിൻ്റെ എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് നൽകണോ വേണ്ടി എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായും വളരെ സ്വതന്ത്രമായും വ്യക്തമായും തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവസരവും ഇവിടെയുണ്ട്. ഈ അവസരം നിങ്ങൾ പരമാവധി. പരിവേഷ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സർവീസ് എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പബ്ലിക് ഹിയറിംഗ് നടത്തുക എന്നത് മാത്രമാണ് ബോർഡിന്റെ ഉത്തരവാദിത്തം. റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി സൗത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് 12 ഞായറാഴ്ച വൈകിട്ട് 6:30 ചാലക്കുടി സ്കൈ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കഴിഞ്ഞ 18 വർഷമായി ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമായി ആരോഗ്യ, വിദ്യാഭ്യാസ, പരിസ്ഥിതി സംരക്ഷണം, യുവജന വികസനം, സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിൽ മാതൃകാപരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് ചാലക്കുടി സൗത്ത് ഈ വർഷം സ്നേഹസ്പർശം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സേവന പദ്ധതിക്ക് തുടക്കമിടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ പുതിയ റോട്ടറി വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലുള്ള പത്രസമ്മേളനങ്ങൾ നടത്താറുണ്ട്. നമുക്കറിയാം, ചാലക്കുടിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന റോട്ടറി ക്ലബ്ബുകളെ എന്നും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രചോദനമാകാറുണ്ട്. ഞങ്ങളുടെ സത്യത്തിൽ ഒരു പബ്ലിക് ഇമേജ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക, അത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ വർഷവും അത് തുടരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത ജിതിൻ മോഹൻ. ഈ വർഷം ആരോഗ്യരംഗത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി ഓൺ ഹെൽത്ത് എന്ന ബോധവൽക്കരണ പദ്ധതിയും നടപ്പിലാക്കും. കാലാവസ്ഥാ വ്യതിയാനം, വർദ്ധിച്ചു വരുന്ന ചൂട്, പകർച്ചവ്യാധികൾ, പരിസ്ഥിതി മലിനീകരണം എന്നിവ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയത്തിൽ ഒരു വർഷം മുഴുവൻ സ്കൂളുകൾ, കോളേജുകൾ, ഗ്രാമങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വിവിധ പൊതുവേദികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കും. എന്ന ഒരു ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ യുവജന ശാക്തീകരണം, വ്യക്തിത്വ വികസനം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക ഉത്തരവാദിത്തം എന്നിവ ലക്ഷ്യമിട്ട് വിവിധ പരിശീലന പരിപാടികളും നടപ്പിലാക്കുന്നു. ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 15ഓളം വീടുകൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഗ്രാമപദവനം എന്ന പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണം തുടക്കമിടും. വിവിധ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ വ്യാപകമായ വൃക്ഷത്തൈ നടിയിലും പരിപാലന പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. സമൂഹത്തിലെ നിർധനരായ ഡയാലിസിസ് രോഗികൾക്കായി ഡയാലിസിസ് കിറ്റുകളുടെ വിതരണവും മറ്റു ആരോഗ്യ സഹായ പദ്ധതികളും തുടരും. കൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ, നേത്ര പരിശോധന ക്യാമ്പുകൾ, വിവിധ ചികിത്സാ ശസ്ത്രക്രിയാ സഹായങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും. കുടുംബങ്ങളിൽ ജൈവ കൃഷിയും ആരോഗ്യകരമായ ഭക്ഷണശീലവും പദ്ധതി നടപ്പിലാക്കും. ഭവനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുക്കളത്തോട്ട നവീകരണവും അർഹരായ കുടുംബങ്ങൾക്ക് സഹായവും ക്ലബിന്റെ പ്രധാന സേവന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും. യുവജനങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് മാസത്തിൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ജിതിൻ മോഹൻ, സെക്രട്ടറി കെ ഷാജി, ജില്ലാ ലേണിംഗ് ഫെസിലിറ്റേറ്റർ ജോജു പരിയാപ്പറമ്പിൽ, VS സന്ദീപ്, MS ദിലീപ്, ഡേവിസ് കോനുപറമ്പൻ, റിജു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. അതായത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വുമൺ എംപവർമെന്റ്, സ്ത്രീകൾ ശാക്തീകരണം എന്ന രീതിയിലുള്ളൊരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് പീസ് ആൻഡ് പ്ലാനറ്റ്. നമുക്കറിയാം, എൻവയറമെന്റിന്റെ ഇതുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു എൻവയറമെന്റ് ചെയർ തന്നെയുണ്ട്. വേണു അൻപിൻ മാഷാണ് അതിൻ്റെ ചെയർ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ധാരാളം എൻവയറമെന്റ് പ്രോഗ്രാമുകൾ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അടുക്കളത്തോട്ടം, വീട്ടിലൊരു അടുക്കളത്തോട്ടം എന്നൊരു പദ്ധതി നമ്മൾ ഓൾറെഡി ജൂലൈ 1 തീയതി തുടങ്ങി കഴിഞ്ഞു. ഓരോ വീടുകളിലും അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ ആ വീട്ടിൽ നിന്ന് ഉത്പാദിക്കുന്ന രീതിയിലൊരു പരിപാടിയാണ് ഈ അടുക്കളത്തോട്ടം എന്ന പദ്ധതി. മറ്റൊന്നാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ 10ാമത് ചരമവാർഷിക അനുസ്മരണവും മാർ ജെയിംസ് പഴയാറ്റിലിന്റെ സ്മരണയ്ക്കായി രൂപത ആരംഭിച്ച ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പിറ്റലിന്റെ 9ാം വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു. ബിഷപ്പ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ റിൻഡോ തെക്കിനത്ത് വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് എടത്തിരുത്തി താടിക്കാരൻ കുടുംബം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി സൗജന്യമായി നൽകിയ ഭൂമിയുടെ ഔദ്യോഗിക കൈമാറ്റ കർമ്മവും നടന്നു. ഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷാജു ചെറിയത്ത്, മോൺസിഞ്ഞൂർ ജോസ് മാളിയക്കൽ, ഇരിഞ്ഞാലക്കുട നോർത്ത്, സൗത്ത്, കൊടകര, ചാലക്കുടി, മാള, വെള്ളിക്കുളങ്ങര എന്നീ വിവിധ ശാഖകളിലെ റിപ്പോർട്ടുകൾ അതാത് സ്റ്റാഫ് അംഗങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ഫാദർ ജോസഫ് മാളിയക്കൽ, CM പോൾ, ടോണി ചെറിയാടൻ, വിൽസൺ കൂനമാവ്, ഡേവിസ് കണ്ണമ്പിള്ളി, ആനി ആൻഡു, ലിജി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് മഴ കുറയാൻ സാധ്യത. ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പരക്കെ മഴ അനുഭവപ്പെട്ടിരുന്നു. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും
സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗുജറാത്ത് തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെയുള്ള തീരദേശ ന്യൂനമർദ്ദ പാത്തി ദുർബലമായി. ഇതിന്റെയെല്ലാം സ്വാധീനഫലമായി ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് നേരിയ ഇടത്തരം മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. 1,05,840 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 45 രൂപയാണ് കുറഞ്ഞത്. 13,230 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ആക്കം കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളെ തുടർന്ന് എണ്ണവില കുതിച്ചുയരുന്നതടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവിലയിൽ പ്രതിഫലിച്ചത്. എണ്ണവില വർധന വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടാൻ തയ്യാറായേക്കുമെന്ന റിപ്പോർട്ടുകളും സ്വർണ്ണവിലയെ സ്വാധീനിച്ചു. പലിശ നിരക്ക് കൂട്ടുന്നത് സ്വർണത്തിന്റെ ആകർഷണം കുറയാൻ ഇടയാക്കും. ഇതിനു പുറമെ ഡോളർ ശക്തിയാർജിക്കുന്നതും സ്വർണത്തെ ബാധിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. പാപ്പാരി കുമാറിന്റെ ഭാര്യ ലില്ലിബായ് നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ MLA അവാർഡ് നൽകി അനുമോദിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ബെന്നി ബെഹന്നാൻ MP-യും സനീഷ് കുമാർ ജോസഫ് MLA-യും ഇടപെടണമെന്ന് ജില്ലാ കളക്ടർ അടക്കം അതോടൊപ്പം തന്നെ MLA അന്നത്തെ നിലവിലുള്ള MLA-മാര് അതോടൊപ്പം തന്നെ MP NHA ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് ഉറപ്പ് നൽകിയിട്ട് ഇന്ന് വരെ ആ ഉറപ്പ് പാലിക്കും. ഇരിഞ്ഞാലക്കുട രൂപത പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ 10ാമത് ചരമവാർഷിക അനുസ്മരണവും ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പിറ്റലിന്റെ 9ാം വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു. ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.